കൂട്ടുകാരെ, അപ്പം സ്നൈപ്പ് ഷോട്ടിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇതുവരെ ഇന്ത്യൻ ആർമിയുടെ എക്സാമുകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ജനറൽ നോളജ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഉറപ്പായിട്ടും പരീക്ഷകളിൽ ഇതുവരെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളവയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, വേർ ഈസ് ദി ഹെഡ് ക്വാർട്ടർ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ലൊക്കേറ്റഡ്? വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടർ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ? ഓപ്ഷൻ സി ആണ് ഉത്തരം, ന്യൂഡൽഹി. രണ്ടാമത്തെ ചോദ്യം, ഹൂ എലക്ട്സ് ദി ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ? രാജ്യസഭയിലേക്ക് ഡെപ്യൂട്ടി ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭ തന്നെയാണ്. ഹൂ എലക്ട്സ് ദ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ? ഓപ്ഷൻ സി, രാജ്യസഭ. നെയിം ദി സിറ്റി ഇൻ വിച്ച് ഗോൾഡൻ ടെമ്പിൾ ഈസ് ലൊക്കേറ്റഡ്? ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സിറ്റിയിലാണെന്നാണ്. അമൃത്സർ ആണ് ഉത്തരം. അമൃത്സറിലാണ് ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി, അമൃത്സർ. നാലാമത്തെ ചോദ്യം, ദി ഫസ്റ്റ് വുമൺ ടു ബി പ്രൈം മിനിസ്റ്റർ ഇൻ ദി വേൾഡ് വാസ്? ഓപ്ഷൻ സി, ശ്രീമാവോ ബന്ദാർനായിക. ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായ ശ്രീമാവോ ബന്ദാർനായികയാണ് ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഇൻ ദി വേൾഡ്. ലോകത്തിലെ ആദ്യത്തെ വുമൺ പ്രൈം മിനിസ്റ്റർ. 1960 ശ്രീമാവോ ബന്ദാർനായിക പ്രൈം മിനിസ്റ്ററായി. അഞ്ചാമത്തെ ചോദ്യം, ഹൂ ഈസ് ദി റൈറ്റർ ഓഫ് കാമയാനി? കാമയാനി എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി, ജയശങ്കർ പ്രസാദാണ് കാമയാനി എഴുതിയത്. കാമയാനി എഴുതിയത് ജയശങ്കർ പ്രസാദാണ്. ഹൂ ഈസ് ദ റൈറ്റർ ഓഫ് കാമയാനി? ജയശങ്കർ പ്രസാദ്. ആറാമത്തെ ചോദ്യം, ഹു വാസ് പ്രോപ്പർലി നോൺ ആസ് ദ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ? സരോജിനി നായിഡു. ഓപ്ഷൻ സി, സരോജിനി നായിഡു ആണ് നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഏഴാമത്തേത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ടി ഈസ് റൂളിംഗ് തമിഴ്നാട്? തമിഴ്നാട് ഭരിക്കുന്ന പാർട്ടി ഇപ്പോൾ DMK ആണ് ഉത്തരം. ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനാണ്. എട്ടാമത്തെ ചോദ്യം, സന്തോഷ് ട്രോഫി ഈസ് അസോസിയേറ്റഡ് വിത്ത്? സന്തോഷ് ട്രോഫി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫുട്ബോൾ. ഓപ്ഷൻ എ, ഫുട്ബോൾ ആണ്. വേർ ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സിറ്റുവേറ്റഡ്? ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ താരാപൂരിലാണ്. ഓപ്ഷൻ സി, താരാപൂറാണ് ആൻസർ. അടുത്ത 10ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രീസ് ഡസ് നോട്ട് ഹാവ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത രാജ്യം ഓപ്ഷൻ എ, ഇംഗ്ലണ്ടാണ്. 11ാമത്തെ ചോദ്യം, മോഹൻജദാരോ ഈസ് സിറ്റുവേറ്റഡ് ഇൻ? പന്ത്രണ്ടാമത്തെ ചോദ്യം, ഹസാരിബാഗ് നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡ്? ഓപ്ഷൻ സി, ജാർഖണ്ഡ്. ഹസാരിബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. 13ാമത്തെ ചോദ്യം, ദി കോർട്ട് ലാംഗ്വേജ് ഓഫ് മുഗൾസ് വാസ്? കോർട്ട് ലാംഗ്വേജ് ഓഫ് മുഗൾസ്? ഓപ്ഷൻ ബി, ഉറുദു ആണ്. 14ാമത്തെ ചോദ്യം, വേർ വാസ് ദി ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഹെൽഡ്? ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഹെൽഡ് അറ്റ് ലണ്ടൻ. ഓപ്ഷൻ സി, ലണ്ടൻ ആണ് ആൻസർ. 15ാമത്തെ ചോദ്യം, ദ ഇൻവിസിബിൾ മാൻ റിട്ടൺ ബൈ? ഇൻവിസിബിൾ മാൻ എഴുതിയത് H.G. വെൽസ് ആണ്.
ഓപ്ഷൻ എ H.G. Wells. 16ാമത്തെ ചോദ്യം. വെൻ ഡിഡ് ദി ജാലിയൻവാല ബാഗ് ട്രാജഡി ടേക്ക് പ്ലേസ്? ഓപ്ഷൻ ബി ഏപ്രിൽ 13, 1919 ജാലിയൻവാല ബാഗ് ട്രാജഡി നടന്നത്. 17ാമത്തെ ചോദ്യം. ദി ഓതർ ഓഫ് ദി ബുക്ക് ടൈറ്റിൽഡ് ലജ്ജ? ആൻസർ ഓപ്ഷൻ ബി തസ്ലീമ നസ്രീൻ. ഓതർ ഓഫ് ദ ബുക്ക് ടൈറ്റിൽഡ് ലജ്ജ തസ്ലീമ നസ്രീൻ. 18ാമത്തെ ചോദ്യം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ശ്രീഹരിക്കോട്ട ലൊക്കേറ്റഡ്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശിലാണ് ശ്രീഹരിക്കോട്ട ലൊക്കേറ്റ് ചെയ്യുന്നത്. 19ാമത്തെ ചോദ്യം. അറ്റ് വിച്ച് പ്ലേസ് ഈസ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ലൊക്കേറ്റഡ്? ഓപ്ഷൻ സി കടക് വാസല. നാഷണൽ ഡിഫൻസ് അക്കാഡമി ലൊക്കേറ്റഡ് കടക് വാസല. 20ാമത്തെ ചോദ്യം. നെയിം ഓഫ് ദി സ്റ്റേറ്റ് ഇൻ വിച്ച് ഹിരാക്കുൻ ഡാം ഈസ് ലൊക്കേറ്റഡ്? ഓപ്ഷൻ എ ഒറീസ. ഹിരാക്കുൻ ഡാം ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഒറീസ. 21ാമത്തെ ചോദ്യം. ഇൻ വിച്ച് സിറ്റി ദ 2012 ഒളിമ്പിക് ഗെയിംസ് വിൽ ബി ഹെൽഡ്? ഓപ്ഷൻ ബി ലണ്ടൻ. 2012 ഒളിമ്പിക്സ് ഗെയിംസ് നടത്തിയത് ലണ്ടനിൽ വെച്ചിട്ടാണ്. 2016 ബ്രസീലിലെ റിയോയിൽ വെച്ചിട്ടായിരുന്നു ഒളിമ്പിക്സ്. 22ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ കറൻസി ഓഫ് സൗദി അറേബ്യ? ഓപ്ഷൻ സി റിയാൽ ആണ് ആൻസർ. ദിനാർ കുവൈറ്റിലെയും ലിറ തുർക്കിയിലെയും കറൻസികളാണ്. 23ാമത്തെ ചോദ്യം. ദി ഓൾഡസ്റ്റ് വേദ ഈസ്? ഋഗ്വേദ. ഓപ്ഷൻ എ ഋഗ്വേദ. ദ ഓൾഡസ്റ്റ് വേദ ഈസ് ഋഗ്വേദ. 24ാമത്തെ ചോദ്യം. പണ്ഡിറ്റ് ശിവശർമ്മ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്? ഓപ്ഷൻ ഡി സന്തൂർ. പണ്ഡിറ്റ് ശിവശർമ്മ ഓപ്ഷൻ ഡി സന്തൂറാണ്. 25ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ മിനിമം ഏജ് ടു ബിക്കം എ മെമ്പർ ഓഫ് ലോക്സഭ? ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട പ്രായപരിധി 25 വയസ്സാണ്. 25 ഇയേഴ്സ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 26ാമത്തെ ചോദ്യം. രംഗസ്വാമി കപ്പ് ഈസ് അസോസിയേറ്റഡ് ടു വിച്ച് ഗെയിം? ഓപ്ഷൻ സി ഹോക്കി. രംഗസ്വാമി കപ്പ് ഈസ് അസോസിയേറ്റഡ് ടു വിച്ച് ഗെയിം? ഹോക്കി. 27ാമത്തെ ചോദ്യം. വാട്ട് നെയിം ഈസ് ഗിവൻ ടു ആൻ ഇമാജിനറി ലൈൻ വിച്ച് ഡിവൈഡ്സ് എർത്ത് ഇൻ ടു ഈക്വൽ ഹാഫ്സ്? ഭൂമിയെ ഈക്വലായിട്ട് ഭാഗിക്കുന്ന ഒരു ഇമാജിനറി ലൈൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ഇക്വേറ്റർ ആണ് ഉത്തരം. 28ാമത്തെ ചോദ്യം. ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു കോൺക്വർ ദ മൗണ്ട് എവറസ്റ്റ്? ഓപ്ഷൻ എ ബചേന്ദ്രി പാലാണ് ആൻസർ. ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാലാണ് ആൻസർ. 29ാമത്തെ ചോദ്യം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ഡാർജിലിംഗ് ലൊക്കേറ്റഡ്? ഓപ്ഷൻ ബി വെസ്റ്റ് ബംഗാൾ. 30ാമത്തെ ചോദ്യം. നമ്പർ ഓഫ് സ്പോക്സ് ഇൻ അശോക ചക്ര ഇൻ ട്രിക് കളർ? ഓപ്ഷൻ സി 24. 31ാമത്തെ ചോദ്യം. ദി ഹയസ്റ്റ് ഇന്ത്യൻ ഡെക്കറേഷൻ ഫോർ ഷോയിങ് വാലർ ആൻഡ് ഗാലൻട്രി ഇൻ ദി വാർ? ഓപ്ഷൻ എ പരംവീർ ചക്ര. ഹയസ്റ്റ് ഇന്ത്യൻ ഡെക്കറേഷൻ
ഫോർ ഷോയിങ് വാലർ ആൻഡ് ഗാലൻഡിയർ ഇൻ ദി വാർ. പരംവീർ ചക്രയാണ് കൊടുക്കുന്നത്. 32ാമത്തെ ചോദ്യം. ദി ഹെഡ് ക്വാർട്ടർ ഓഫ് ദി യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഈസ് ഇൻ. ഓപ്ഷൻ ബി ന്യൂയോർക്ക്. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. 33ാമത്തെ ചോദ്യം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഖജുരാഹോ ഈസ് സിറ്റുവേറ്റഡ്. ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. 34ാമത്തെ ചോദ്യം. ഷിംല പാക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വാസ് സൈൻഡ്. ഷിംല കരാർ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചത് 1972. ഓപ്ഷൻ ഡി 1972. 35ാമത്തെ ചോദ്യം. വെൻ വാസ് ഗോവ ലിബറേറ്റഡ്. ഗോവ ലിബറേറ്റഡ് ആയത് 1961. ഓപ്ഷൻ ബി 1961. 36ാമത്തെ ചോദ്യം. ഹൂ ഡിക്ലെയർഡ് സ്വരാജ് ഈസ് മൈ ബർത്ത് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ്. ഓപ്ഷൻ ബി ബാലഗംഗാധർ തിലകാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറയുന്നത്. 37ാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് ഡു നോട്ട് ഹാവ് എ റെയിൽവേ സ്റ്റേഷൻ. ഓപ്ഷൻ എ സിക്കിം ആണ് ആൻസർ. താഴെ തന്നിട്ടുള്ളതിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത സംസ്ഥാനം അത് സിക്കിമാണ്. 38ാമത്തെ ചോദ്യം. ഹു വാസ് ദ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ദി ഇന്ത്യ. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ആൻസർ. ഓപ്ഷൻ ഡി ലാൽ ബഹദൂർ ശാസ്ത്രി. 39ാമത്തെ ചോദ്യം. ഡാൽ ലേക്ക് ഈസ് ഇൻ. ഓപ്ഷൻ എ ജമ്മു ആൻഡ് കാശ്മീരാണ്. ഡാൽ ലേക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. 40ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഹു. WHO ഫുൾ ഫോം എന്താണെന്ന്. ഓപ്ഷൻ എ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവയിലാണ്. 41ാമത്തെ ചോദ്യം. ദി ഡോക്ടർ ഹു പെർഫോംഡ് ദ ഫസ്റ്റ് ഹ്യൂമൻ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഓപ്പറേഷൻ. ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറിൻ്റെ പേര് ക്രിസ്ത്യൻ ബെർണാഡ് എന്നാണ്. ഓപ്ഷൻ ഡി ക്രിസ്ത്യൻ ബെർണാഡ്. 42ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദക്ഷിൺ ഗംഗോത്രി. ഓപ്ഷൻ എ ഇന്ത്യൻ ക്യാമ്പ് ഇൻ അന്റാർട്ടിക്ക. വാട്ട് ഈസ് ദക്ഷിൺ ഗംഗോത്രി. ഓപ്ഷൻ എ ഇന്ത്യൻ ക്യാമ്പ് ഇൻ അന്റാർട്ടിക്ക. 43ാമത്തെ ചോദ്യം. ദ കറൻസി ഓഫ് ജപ്പാൻ ഈസ്. ഓപ്ഷൻ എ yen. The currency of Japan is yen. 44ാമത്തെ ചോദ്യം. ദ ക്യാപിറ്റൽ ഓഫ് ഇന്തോനേഷ്യ ഈസ്. ജക്കാർത്ത. ഓപ്ഷൻ സി ജക്കാർത്തയാണ് ആൻസർ. ഇന്തോനേഷ്യയുടെ തലസ്ഥാനം ജക്കാർത്തയാണ്. 45ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതി ജഡ്ജിയുടെ റിട്ടയർമെൻറ്റ് ഏജ് 65 വയസ്സാണ്. ഓപ്ഷൻ ഡി 65 ഇയേഴ്സ്. 46ാമത്തെ ചോദ്യം. ബിറ്റ്വീൻ
which two places was first Indian rail service started in the year 1853? ഇന്ത്യയിലെ ഏത് രണ്ട് സ്ഥലങ്ങൾ തമ്മിലാണ് ആദ്യമായി റെയിൽവേ സ്ഥാപിച്ചത്? ഓപ്ഷൻ ബി മുംബൈ ടു താന. മുംബൈയും താനയും തമ്മിലാണ് 1853 ആദ്യമായി ഇന്ത്യൻ റെയിൽവേ സർവീസ് ആരംഭിച്ചത്. 47ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ഓയിൽ റിഫൈനറി ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ ഡിഗ്ബോയ് ആണ് ആൻസർ. ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ റിഫൈനറി ആസാമിൽ സ്ഥിതി ചെയ്യുന്ന ഡിഗ്ബോയ് ആണ്. 48ാമത്തെ ചോദ്യം, ദ മിനിമം ഏജ് ടു ബി എലക്റ്റഡ് ടു ദി ലോക്സഭ. 48ാമത്തെ ചോദ്യം ആവർത്തനമാണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു 25 വയസ്സാണ് ലോകസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട മിനിമം ഏജ്. 49ാമത്തെ ചോദ്യം, ഓൺ വിച്ച് റിവർ ഈസ് ഹിരാക്കുണ്ട് ഡാം കൺസ്ട്രക്റ്റഡ്? ഏത് നദിയിലാണ് ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മഹാനദി. ഹിരാക്കുഡ് ഡാം സിറ്റുവേറ്റഡ് അറ്റ് മഹാനദി. 50ാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടീ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അസമാണ്. 51ാമത്തെ ചോദ്യം, വിച്ച് വൈറ്റമിൻ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്? ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും കാണാത്ത വിറ്റാമിൻ. ഓപ്ഷൻ സി വിറ്റമിൻ ഡി. വിറ്റമിൻ ഡി ആണ് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും കാണാത്ത വിറ്റമിൻ. അടുത്തത് 53ാമത്തെ ചോദ്യം, റെഡ് ബ്ലഡ് കോർപ്പസ്ലസ് RBC ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ? ഓപ്ഷൻ എ ബോൺ മാരോ ആണ് ആൻസർ. റെഡ് ബ്ലഡ് കോർപ്പസ്ലസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ബോൺ മാരോ. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാനായി എല്ലാവരും ബെൽ ഐക്കൺ കൂടി അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് Snapshot. Good luck. Jai Hind.